നമ്മുടെ ഇവിടെ ഫുട്ബോൾ ടാലൻസ് ഉണ്ടെന്ന് പറയട്ടെ വല്ല കാര്യമുണ്ടോ ഇവിടെ? ഇവിടുത്തെ അധികൃതരും അധികാരികളൊക്കെ എന്ത് തേങ്ങാത്തൊലിയും മാങ്ങാത്തൊലിയും ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരള സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഒരു ബൃഹത് സംരംഭം തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കാലം കുറയായി. ഇതുവരെ അതിന്റെ ഫ്രാഞ്ചൈസികൾ പൂർണ്ണമായിട്ടും സെയിലായി തീർന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ മാസമാണ് ഗുജറാത്ത് സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നു എന്നൊരു പോസ്റ്റ് അനൗൺസ്മെന്റ് കണ്ടത്. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് എത്ര കണ്ടയാ നമ്മൾ കേരള സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞൊരു സാമാനത്തിന്റെ അനൗൺസ്മെന്റ് നടന്ന് വമ്പം പാർട്ടി മുഖ്യമന്ത്രി വരെ പങ്കെടുത്ത് തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഒരു തേങ്ങയും നടന്നില്ല. അതൊന്നും നടപടിയാവുന്ന കേസല്ല. പിന്നെയാണ് ഫുട്ബോളിന് വേരോട്ടം ഇല്ലാത്ത ഗുജറാത്തിൽ എന്ത് മാങ്ങാത്തിൽ നടക്കാനാണ്. പക്ഷേ ഒരാഴ്ച കൊണ്ട് തന്നെ അവര് കാര്യങ്ങൾ സെറ്റായി. അവരുടെ ഫ്രാഞ്ചൈസീസ് എല്ലാം വിറ്റുപോയി. അവരുടെ ടെലികാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ വരെ തീരുമാനമായിട്ടുണ്ട്. അപ്പം ബിഗ് കമ്പനീസ് തന്നെയാണ് ഓരോ ഫ്രാഞ്ചൈസികളും വാങ്ങിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 6 ടീമുകളാണുള്ളത്. വഡോദര വാരിയേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ്, പിന്നെ KND കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ആണ് അവരുടെ ഫ്രാഞ്ചൈസി ഏറ്റെടുത്തിരിക്കുന്ന ഓണേഴ്സ്. പിന്നെ സൂററ്റ് സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ക്ലബ്ബ്, അത് ലോയൽ എക്യുപ്മെന്റ്സ് ലിമിറ്റഡ് ആണ്. ലോയൽ എക്യുപ്മെന്റ് ലിമിറ്റഡിന്റെ ഗുജറാത്ത് സ്ട്രൈക്കേഴ്സ്, സൂററ്റ് സ്ട്രൈക്കേഴ്സ്. അതുകൂടാതെ സൗരാഷ്ട്ര സ്പാർട്ടൻസ് എന്ന് പറയുന്ന മറ്റൊരു ക്ലബ്ബ്, അത് അക്സിത കോട്ടൺ ലിമിറ്റഡ് ആണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് അതിന്റെ ഫ്രാഞ്ചൈസ് സ്വന്തമാക്കിയിരിക്കുന്നത് കർണാവതി നൈറ്റ്സ്, അത് ദ അഡ്രസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കർണാവതി നൈറ്റ്സിന്റെ ഫ്രാഞ്ചൈസി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. പിന്നെ ഗാന്ധിനഗർ ജെയിൻസ്, രത്നാമണി മെറ്റൽസ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡ് ആണ് ആ ക്ലബ്ബ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഗാന്ധിനഗർ ജെയിൻസ്. പിന്നെ അഹമ്മദാബാദ് അവഞ്ചേഴ്സ് വിവ സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പണിയറിയാവുന്നവർ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്മാർ നടത്തും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ടെലികാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. സംഗതി എന്താണെന്ന് വെച്ചാൽ 6 ടീമുകൾ, 15 മത്സരങ്ങൾ ഉൾപ്പെടുന്ന ലീഗാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട വെന്യൂ എന്ന് പറയുന്നത് സെൻട്രൽ അവന്യൂ ആണ് രാജസാഡയില്. പിന്നെ ലൈവ് സ്ട്രീമിങ്ങിന്റെ കാര്യത്തിലും കൺഫർമേഷൻ ആയിട്ടുണ്ട്. ലൈവ് സ്ട്രീം നടക്കുന്നത് സ്പോർട്ട്കാസ്റ്റ് ഇന്ത്യയിലും, പിന്നെ അതുകൂടാതെ plus.fifa.com ഈ മത്സരങ്ങളുടെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പണി നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടത്താൻ പറ്റുന്നവർ ഇന്ത്യയിലുണ്ട്. നമ്മളെ കൊണ്ട് അതിന് പറ്റാത്തതുകൊണ്ട് ഇന്റർകാശി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ് ജനിക്കുമെന്ന് പറയുമ്പോഴും നമ്മളാരും, പക്ഷെ അവന്മാരും പിറ്റേന്ന് സ്റ്റേഡിയം ഉണ്ടാക്കി ഓപ്ഷനിൽ പങ്കെടുത്ത് ടീമും സ്വന്തമാക്കി പോയി. ഇപ്പം അങ്ങനെ ഗുജറാത്ത് സൂപ്പർ ലീഗിന്റെ സംഭവം ഇംപ്ലിമെന്റഡ് ആയിരിക്കുകയാണ്. അവന്മാർ നടത്തുമെന്ന് പറയും, നടത്തുന്നു. 85-ലധികം ലോക്കൽ പ്ലേയേഴ്സിനെ കണ്ടെത്തിയിട്ടായിരിക്കും ഈ ഒരു സംഭവം നടക്കുന്നത്. ലോക്കൽ സ്പോർട്സ് സ്റ്റാഫിനെ ഉണ്ടായിരിക്കും. ഈ 6 ടീമിനും മെയിൻ സാധനം ഫിഫയുടെ AFC A സർട്ടിഫൈഡ് ലോക്കൽ കോച്ചസ് ആയിരിക്കും ഈ 6 ടീമുകളെ പരിശീലിപ്പിക്കുന്നത്. ഇപ്പം സൂപ്പർ ലീഗ് നടത്താൻ പണി അറിയാവുന്നവർ തീരുമാനിച്ചാൽ നടക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ എന്ത് തേങ്ങാകുല പറയാനാണ് അതിനെ കുറിച്ച്.